ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 284 ദിവസം. സൂറത്തുൽ ബഖറ 278, 279. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون. അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ ഭയപ്പെടുവിൻ. പലിശ ഇനത്തിൽ കിട്ടാൻ ബാക്കിയുള്ളതൊക്കെയും ഉപേക്ഷിക്കുവിൻ. നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസികൾ തന്നെയാണെങ്കിൽ. ഇനിയും അപ്രകാരം ചെയ്യുന്നില്ലെങ്കിലോ നിങ്ങൾക്കെതിരിൽ അള്ളാഹുവിങ്കിൽ നിന്നും അവൻ്റെ ദൂതനിൽ നിന്നും യുദ്ധപ്രഖ്യാപനമുണ്ടെന്നറിഞ്ഞുകൊള്ളുക. പലിശ വർജിച്ച് പശ്ചാത്തപിക്കുകയാണെങ്കിൽ സ്വന്തം മൂലധനം വസൂൽ ചെയ്യാവുന്നതാകുന്നു. നിങ്ങൾ ആക്രമിക്കാതെയും ആക്രമിക്കപ്പെടാതെയും. പലിശയെ കർശനമായി വിലക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. ഒരു സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നത് തീർത്തും അവധാനതയോടെയും യുക്തിഭദ്രതയോടെയും വേണം. ഖുർആൻ മദ്യം നിരോധിച്ചത് ക്രമപ്രവൃദ്ധമായിട്ടാണ്. ഇതുപോലെ തന്നെയാണ് പലിശയും നിരോധിച്ചത്, ഘട്ടം ഘട്ടമായി. ഒടുവിൽ യാതൊരു പഴുതുമില്ലാത്ത വിധം കർശനമായി. ഏതൊരു നിയമവും ആ നിയമത്തിൻ്റെ കാർക്കശ്യം കൊണ്ട് മാത്രം വിജയിക്കുകയില്ല. നിയമം നടപ്പിലാക്കപ്പെടുന്ന സമൂഹത്തിൻ്റെ ബോധ്യത്തിലും കാഴ്ചപ്പാടിലും നിയമത്തിനനുകൂലമായ പരിവർത്തനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അവിടെയാണ് തഖ്വയുടെ പ്രസക്തി. മനുഷ്യനെ നയിക്കുന്ന മനസ്സിൽ ദൈവിക ബോധവും വിശ്വാസപരമായ കരുത്തും ഉണ്ടായാൽ നിയമത്തെ മറികടക്കാനും നിയമപാലകരെ കുതന്ത്രങ്ങളിലൂടെ കബളിപ്പിക്കാനും മുതിരുകയില്ല. പലിശ നിരോധിക്കപ്പെട്ടാലും മൂലധനം തിരിച്ചു വാങ്ങാൻ അവകാശമുണ്ട്. അഥവാ ആരുടെയും അവകാശങ്ങൾ ഇവിടെ നിഷേധിക്കപ്പെടുന്നില്ല. എല്ലാ വിധത്തിലും മാനവികമായ ഈ നിയമം വന്ന ശേഷവും അത് ലംഘിക്കാൻ മുതിരുന്നവർ അള്ളാഹുവോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അതിനാൽ അവർക്ക് അള്ളാഹുവിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും തിരിച്ചും യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. അവർ ശിക്ഷാർഹരാണ്. പലിശ വർജിച്ച് പശ്ചാത്തപിച്ച് നേർവഴിക്ക് വരികയാണവർ വേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.